മക്കളെ, ഇന്ന് നമുക്ക് വിചിത്ര ജീവ് എന്ന ചിത്രകഥ പഠിക്കാം. സുനീതയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഖുഷി ആർ ബോൾ, ഖുഷിയും ബോളും. അപ്പൊ ഈ കുട്ടിയുടെ പേരെന്താണ്? ഈ പെൺകുട്ടിയുടെ പേര് ഖുഷി അല്ലേ? ഈ പെൺകുട്ടിയുടെ പേരെന്താണ്? ഖുഷി. അതിൻ്റെ കയ്യിലുള്ളത് എന്താണ്? ബോൾ. എന്താണുള്ളത്? ബോൾ. അപ്പൊ ഖുഷിയും ബോളും. ഒരു ദിവസം ഖുഷിയും ബോളും കൂടെ ഇങ്ങനെ കളിക്കുകയാണ് അല്ലേ? കണ്ടോ? ഖുഷി ബോൾ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. കളിക്കുന്ന സമയത്ത് ഖുഷി എന്താ ചെയ്തത്? ബോളുമായിട്ട് എങ്ങോട്ടേക്കാ പോയത്? ബോളുമായിട്ട് കുളത്തിലേക്ക് പോയി. ഇതെന്താണ്? താലാബാണ് അല്ലേ? താലാബ്, കുളം. കുളത്തിലേക്ക് പോയി ഖുഷി ബോളും കൊണ്ട്. അങ്ങനെ ഖുഷി ബോളും കൊണ്ട് കുളത്തിലേക്ക് പോയിട്ട് ബോള് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വാ വാ കിത്തനാ മസ എന്ന് പറയാണ്. വാ നല്ല രസം എന്ന് പറയാണ് കുട്ടിയുടെ പേരെന്താണ്? ഖുഷി അല്ലേ? ഖുഷി ബോള് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പറയാണ്, ആഹാ എന്ത് രസം എന്ന് പറയാണ്. വാ വാ നല്ല കിത്തനാ മസ, എന്ത് രസം, എത്ര രസം എന്ന് പറഞ്ഞുകൊണ്ട് ബോള് വെള്ളത്തിലേക്ക് ഇട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബോൾ എന്തായി? നീങ്ങി നീങ്ങി ദൂരേക്ക് പോയി. ഉണ്ടോ? ബോൾ വെള്ളത്തിലിട്ടപ്പോൾ വെള്ളത്തിൻ്റെ ഓളത്തിൽ നീങ്ങി 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 ദൂരേക്ക് പോയപ്പോൾ ഖുഷിക്ക് ഈ ബോൾ എടുക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് ബോൾ പോയി. ഖുഷി ആകെ വിഷമത്തിലായി അല്ലേ? ഖുഷി ഉദാസ് ഹേ, ഖുഷി ആകെ ദുഃഖത്തിലായി. ഉദാസ് പറഞ്ഞാൽ ദുഃഖം. എന്താണ് ഉദാസ് പറഞ്ഞാല്? ദുഃഖം. ഖുഷി എങ്ങനെയായി? ഖുഷി വളരെ വലിയ ദുഃഖത്തിലായി. യഹ് തോ ഗോൾ ഹേ, അങ്ങനെ ഈ ബോൾ നീങ്ങി നീങ്ങി പോകുമ്പോ അതിനെ ആര് കണ്ടു? ഞണ്ട് കണ്ടു അല്ലേ? ഞണ്ടിന് എന്താ പറയാ? കേക്കട. എന്താണ് ഞണ്ടിന് പറയുന്നത്? കേക്കട എന്നാണ് ഞണ്ടിന് പറയുന്നത്. അപ്പൊ കേക്കട കണ്ടു ആരെ? ഈ ബോളിനെ കണ്ടു. യഹ്തോ ഗോൾ ഹേ, എന്നിട്ട് കേക്കട പറയാണ് ഇതൊരു ഗോളമാണ് എന്ന് പറയാണ്. കേക്കട എന്താ പറയുന്നത്? ഇതൊരു ഗോളമാണ് എന്ന് പറയും. ചോഞ്ച് ബോൾമേ ഫൻസ് ഗയി, വേറെ ഒരു കുളക്കോഴി എന്താ ചെയ്തത്? അതിനെ കൊത്തി നോക്കിയില്ലേ? കൊക്കാണ്. കൊക്ക് എന്താ ചെയ്തത്? കൊക്ക് അതിനെ കൊത്തി നോക്കി അല്ലേ? ബോളിനെ കൊത്തി നോക്കിയപ്പോ ചുണ്ട് ബോളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. കണ്ടാ? ചുണ്ട് ബോളിന്റെ ഉള്ളിലേക്ക് കണ്ട് ഇറങ്ങിപ്പോയി. അതെന്താ സാധനം എന്നറിയാതെ കൊക്ക് എന്ത് ചെയ്തു? അതിനെ കൊത്തി നോക്കിയപ്പോ ചുണ്ട് എന്തായി പോയി? ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അത് പിന്നെ മാറ്റാൻ പറ്റണില്ല അല്ലേ? ബോള് മാറ്റാൻ പറ്റാതെ ആകെ വിഷമത്തിലായി. അത് കണ്ട മറ്റു ജീവികളൊക്കെ കണ്ടോ? പേടിച്ചോടാണ്. തവള, പിന്നെ അതുപോലെ തന്നെ ആമ, ഇവരൊക്കെ എന്താ ചെയ്യണത്? ഇത് കണ്ടിട്ട് പേടിച്ചോടാണ്. ഭാഗോ ദോസ്തോ ഭാഗോ, ഏക്ക് വിചിത്ര ജീവ്. എന്നിട്ട് അവരെന്താ പറയണത്? ഓടിക്കോളൂ കൂട്ടുകാരെ, ഓടിക്കോളൂ, ഒരു വിചിത്ര ജീവി എന്ന് പറയാണ്. എന്താ പറയുന്നത്? ഭാഗോ ദോസ്തോ ഭാഗോ ഏക്ക് വിചിത്ര ജീവ്. നമുക്ക് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈ ചിത്രം തരും. ഇതാ അവിടെ ഇപ്പൊ ഈ ചിത്രം കണ്ടോ? ഈ ബോൾ ഇങ്ങനെ ചുണ്ടിൽ നിന്ന് എടുക്കാൻ നോക്കുന്നത്, മറ്റ് ജീവികളൊക്കെ അവിടെ നിന്ന് പേടിച്ച് ഓടുന്ന ഈ ചിത്രം തന്നിട്ട് നിങ്ങളോട് ഇത് എഴുതാനാണ് ചോദ്യം ചോദിക്കുക. ഭാഗോ ദോസ്തോ ഭാഗോ ഏക്ക് വിചിത്ര ജീവ് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ച് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ഭാഗത്ത് തരാൻ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങൾക്കത് തിരിച്ചറിഞ്ഞ് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഭാഗോ ദോസ്തോ ഭാഗോ ഏക്ക് വിചിത്ര ജീവ് എന്നാണ് ഈ ചിത്രം തന്നാൽ നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഇനി യഹ് താനാ കഹാംസേ, അങ്ങനെ ഇതുമായിട്ട് പറന്നു പോവാണ് കൊക്ക് അല്ലേ? കൊക്ക് അതായിട്ട് പറന്നു പോകണ സമയത്ത് ഈ കുരങ്ങൻ ചോദിക്കുകയാണ്, ഈ ധാന്യം എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണ്. ഈ ധാന്യം എവിടുന്ന് കിട്ടി? വലിയ ധാന്യമാണല്ലോ, ഇത് എവിടുന്ന് കിട്ടി? മുജേതോ, ഇത് എനിക്ക് തരൂ എന്ന് പറഞ്ഞങ്ങാണ്ട് എന്ത് ചെയ്തു? അത് ചുണ്ടെന്ന് പിടിച്ച് പറിച്ച് വാങ്ങാണ്. മുജേതോ എന്ന് പറഞ്ഞ് പിടിച്ച് പറിച്ച സമയത്ത് അത് നേരെ താഴോട്ടേക്ക് അങ്ങോട്ട് വീഴും. താഴോട്ടേക്ക് വീണിട്ട് ഒരു കർഷകൻ അങ്ങനെ കൃഷിയൊക്കെ പണി ചെയ്ത് ക്ഷീണിച്ച് അവിടെ അങ്ങനെ മരത്തിന് താഴെ കിടക്കുന്നുണ്ട് അല്ലേ? ആ കർഷകന്റെ അടുത്തേക്കാണ് എന്ത് ചെയ്തത്? ഈ ബോള് വന്ന് വീണത്. അപ്പോൾ കർഷകൻ ഉണർന്നിട്ട്
കിത്തനാ സുന്ദർ ബോൾ. ആ ബോൾ കണ്ടപ്പോൾ കർഷകൻ പറയാണ്, ആ എത്ര മനോഹരമായ ബോൾ എന്ന് പറയാണ്. അങ്ങനെ കർഷകൻ ആ ബോൾ എടുത്തിട്ട് ഫസൽ കി രഘുവാലി കരയുക, ഇത് വിളവിൻ്റെ രക്ഷയ്ക്ക് വെക്കാം. നോക്കുകുത്തിയായിട്ട് വെച്ചിട്ടുണ്ടോ അവിടെ. എന്ത് ചെയ്തത്? നോക്കുകുത്തിക്ക് ആ തലേൻ്റെ ഭാഗത്ത് അത് കുത്തി വെച്ചില്ലേ. ഫസൽ കി രഘുവാലി കരയുക എന്ന് പറയാണ്. അത് വിളവിനെന്ത് ചെയ്തോളും? സംരക്ഷിച്ചോളും. അപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് മറ്റു ജീവികളൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ കുത്തിവെച്ച്. അങ്ങനെ ഒരു ദിവസം അത് ആര് കാണും? ഖുഷി കാണും അല്ലേ. അതിലെ പോയ ഖുഷീൻ്റെ ബോൾ ഇങ്ങനെ അവിടെ കുത്തിവെച്ചത് കാണും. അപ്പോൾ അബു ഖുഷി ഖുഷ് ഹോ ഗയി. അപ്പോൾ ഖുഷിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ ഖുഷി ഖുഷ് ഹോ ഗയി, വളരെയധികം സന്തോഷത്തിലായി. ബോൾ കിട്ടിയ ഖുഷി വളരെയധികം സന്തോഷത്തിലായി. അത്രയാണ് നമ്മുടെ കഥയുള്ളത്. എന്താണ് കഥയിൽ സംഭവിച്ചത്? ഖുഷി ബോളുമായിട്ട് കളിച്ചു. പിന്നെ ബോൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കുളത്തിൽ പോയിട്ട് കുളത്തിലിട്ട ബോൾ നീങ്ങി പോയി. മറ്റു ജീവികളൊക്കെ അതിനെ കണ്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ആ സമയത്ത് കൊക്ക് അതിനെ കൊത്തിയപ്പോൾ ചുണ്ട് കുടുങ്ങിപ്പോയി. അത് കണ്ട മറ്റു ജീവികളൊക്കെ പേടിച്ച്, വിചിത്ര ജീവി എന്ന് പറഞ്ഞിട്ട് പേടിച്ചോടി. അത് ഈ ചുണ്ടിൽ കുടുങ്ങിയ ബോളായിട്ട് പറന്നു പോകുന്ന കൊക്കിൻ്റെ കയ്യിൽ നിന്നും കുരങ്ങൻ എന്ത് ചെയ്തു? അത് പിടിച്ച് പറിച്ച് വാങ്ങൂലേ, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അത് നേരെ കർഷകൻ കിടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വീഴും. കർഷകൻ അത് കാണും. കർഷകൻ സുന്ദരമായ ബോളെന്ന് പറഞ്ഞിട്ട് ആ ബോൾ എടുത്ത് കൊണ്ടുപോയിട്ട് കൃഷിക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി വെക്കും. അത് അവസാനം ആരാ കാണുന്നത്? ഖുഷി കാണുന്നു. ഖുഷി ബോൾ കിട്ടുന്നു. ഖുഷി വളരെയധികം സന്തോഷത്തിലാവുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഈ കഹാനിയുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.